അത്യുന്നതനാമാത്മാവേ നിത്യസഹായകനേ അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. അത്യുന്നതനാമാത്മാവേ നിത്യസഹായകനേ അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മിഷൻ ഫയർ നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വാഴ്ത്തപ്പെട്ട പോൾ ആറാമൻ മാർപ്പാപ്പ ആഗോള സഭയോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ സുവിശേഷവൽക്കരണം സാധ്യമല്ല. പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ സുവിശേഷവൽക്കരണം സാധ്യമല്ല. പരിശുദ്ധ പിതാവിന്റെ ഈ വാക്കുകൾ എന്തുമാത്രം അർത്ഥവത്താണ്. ഇന്നത്തെ ശുശ്രൂഷ പ്രത്യേകമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാനും കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സുവിശേഷ വേല ചെയ്യുവാനുമാണ്. നമ്മൾ എവിടെയായിരുന്നാലും ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് നമുക്കൊരുമിച്ച് ലോക സുവിശേഷവൽക്കരണത്തിനായി പ്രാർത്ഥിക്കാം. അഭിഷേകത്തിന് ശക്തമായ മൂവ് ലോകത്തിലും സഭയിലും കർത്താവ് അയക്കുന്ന വിശുദ്ധ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. വളരെ ആനന്ദത്തിന്റെ ദിനമാണ് പരിശുദ്ധാത്മാവ് നമുക്കായി ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:4 വചനം പറയുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ആത്മാവിനാൽ നിറഞ്ഞു. ഒരു കുടുംബമായി അല്പസമയം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവസന്നിധിയിൽ എഴുന്നേറ്റു നിന്ന് ലോക സുവിശേഷവൽക്കരണത്തിനായി, ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുവാനായി വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ലോക സുവിശേഷവൽക്കരണത്തിനായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് അനേകരുടെ ആത്മരക്ഷയ്ക്കായി സുവിശേഷ വേല ചെയ്യുവാൻ ഞങ്ങളെ സജ്ജമാക്കണമേ, ഞങ്ങളെ സജ്ജമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വലിയ ആനന്ദത്തോടെ കരമടിച്ച് നമ്മൾ പാടി ആരാധിക്കുകയാണ്. ഈ സമയം അനേകരെ കർത്താവ് അഭിഷേകം ചെയ്യുകയാണ്. ഒത്തിരി കുടുംബങ്ങളിലേക്ക് ദൈവ തേജസ് ഇറങ്ങി വരികയാണ്. സഭയുടെ ശുശ്രൂഷകളിൽ ആത്മാവിന്റെ സാന്നിധ്യം ശക്തിപ്പെടുകയാണ്. വലിയ ആഗ്രഹത്തോടെ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും ഉണരണം, യേശുവേ അറിയണം, എന്നെ ഉപയോഗിക്കുനാഥ. ആഗ്രഹിച്ചു പാടാം. കർത്താവേ പകരുക. എല്ലാവരും ചേർന്ന് ലോകം മുഴുവനും ഉണരണം, യേശുവേ അറിയണം, എന്നെ ഉപയോഗിക്കുനാഥ. കർത്താവേ 10,000 അഭിഷേകം ചെയ്ത് ഉണർത്തണമേ. എഴുന്നേൽക്കണമേ
എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, ഉണർവോടെ സുവിശേഷം ഘോഷിക്കാം. എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, ഉണർവോടെ സുവിശേഷം ഘോഷിക്കാം. ലോകം മുഴുവനും മുഴുവനും ഉണരണം, ഉണരണം, യേശുവേ യേശുവേ അറിയണം, അറിയണം, എന്നെ ഉപയോഗിക്കൂ നാഥ. കർത്താവേ പകരുക, പകരുക. കരങ്ങൾ താഴ്ത്തി അടിച്ച്. എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, തീ പോലെ സുവിശേഷം പടരട്ടെ. എല്ലാവരും അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, തീ പോലെ സുവിശേഷം പടരട്ടെ, തീ പോലെ സുവിശേഷം പടരട്ടെ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവ് പകരുന്ന അഭിഷേകം സ്വന്തമാക്കി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ, ജനകോടികളിൽ അഭിഷേക തീയായി കത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപരോഗ ശാപബന്ധനത്തിന്റെ അടിസ്ഥാനങ്ങളെ നിർവീര്യമാക്കണമേ. സുവിശേഷ വേലയ്ക്കായി പതിനായിരങ്ങളെ ഈ ശുശ്രൂഷയിലുള്ള പരിശുദ്ധാത്മാവേ ഒരുക്കണമേ. ഹബിയാല, 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 ഹബിയാല. ലോക സുവിശേഷ വൽക്കരണത്തിന് വേണ്ടി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുവാൻ ഈ തലമുറയിൽ നിന്ന് ആയിരങ്ങളെ പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കണമേ. ഈ നാമുള്ള പ്രവാചകരെ സഭയ്ക്ക് സമ്മാനിക്കണമേ. റുബല, റുബല, റുബല. വരിക, വരിക പരിശുദ്ധാത്മാവേ. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് മുന്നേറ്റത്തെ തടയുന്ന സാത്താന്റെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തണമേ. റിലീസ്. ലോകം മുഴുവനിലും ഈ അഭിഷേകം ആഞ്ഞടിക്കട്ടെ. വിവിധ ഭൂഖണ്ഡങ്ങളിൽ, ലോകരാജ്യങ്ങളിൽ സുവിശേഷത്തിൽ പടരട്ടെ. ജനലക്ഷങ്ങൾ കൂട്ടം കൂട്ടമായി സുവിശേഷ സത്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടട്ടെ. ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഹൃദയം നുറങ്ങി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, പതിനായിരങ്ങളെ അഭിഷേകം ചെയ്യണമേ. അങ്ങ് പകരുന്ന അഭിഷേകത്തിനായി സ്തോത്രം. അനേകരെ സുവിശേഷ വേലയ്ക്കായി ഉണർത്തുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ, കുടുംബങ്ങളിൽ പ്രവർത്തിക്കണമേ. ഈ തലമുറയിൽ കർത്താവിന്റെ സൈന്യമായി ഉണർന്നെഴുന്നേറ്റ് സുവിശേഷ വേല ചെയ്യുവാൻ, ലോക സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകത്താൽ നിറയ്ക്കണമേ. ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊന്നു കർത്താവേ, ഈ മണിക്കൂറുകളിൽ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. സ്വർഗത്തിന്റെ സൈന്യാധിപയായ സുവിശേഷവൽക്കരണത്തിന്റെ നക്ഷത്രമായ ഞങ്ങളുടെ അമ്മേ, ലോക സുവിശേഷവൽക്കരണത്തിനായി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ ആത്മാവിൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആനന്ദത്തോടെ ആയിരിക്കാം. ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ഈ തിരുവചനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളോട് എന്താണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്? ആർക്കും വേല ചെയ്യാൻ കഴിയാത്ത രാത്രികാലം വരുന്നു. അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണത്തിൻ്റെ അത്യാവശ്യകതയാണ്
ഈ വചനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ തൻ്റെ സഭാഭരണ കാലത്ത് ഈ കാലഘട്ടത്തെ നവസുവിശേഷവൽക്കരണത്തിന്റെ കാലഘട്ടമായി പ്രഖ്യാപിച്ചു. ന്യൂ ഇവാഞ്ചലൈസേഷൻ, നവസുവിശേഷവൽക്കരണത്തിന്റെ കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 14 വചനത്തിൽ വചനം പറയുകയാണ്, എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി ദൈവരാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ജനതകളുടെ സാക്ഷ്യത്തിനായി ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. 2000 വർഷമായി ഈ വചനം സഭയിലും ലോകത്തിലും പരിശുദ്ധാത്മാവ് നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വചനത്തിൻ്റെ പൂർത്തീകരണ നാളുകളിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. എന്തുമാത്രം സുവിശേഷ പ്രവർത്തനങ്ങളാണ് ഇന്ന് ലോകത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സഭാ ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത വിധത്തിൽ ലോകം മുഴുവനിലും സുവിശേഷത്തിൻ്റെ തീ പടരുകയാണ്. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിന് പ്രാധാന്യത നമുക്ക് വെളിപ്പെടും. കർത്താവിൻ്റെ വചനം എന്തുമാത്രം അർത്ഥവത്താണ്. ജനകോടികളാണ് സുവിശേഷ സത്യങ്ങളിലേക്ക് ഈ തലമുറയിൽ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 7-ാം അധ്യായം 29-ാം വചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, സമയം വളരെ പരിമിതമാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. എന്നെ ഒരുപാട് സ്വാധീനിച്ച തിരുവചനമാണിത്. സമയം വളരെ പരിമിതമാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. വെളിപാട് പുസ്തകത്തിലോട്ട് നമുക്ക് വരാം. വെളിപാടിൻ്റെ പുസ്തകം 12:12 വചനം വീണ്ടും ആവർത്തിക്കുകയാണ്, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ മനസ്സിലാക്കിയ പിശാച് അരിശം പൂണ്ട് നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി ഈ കാലഘട്ടത്തിൽ ഈ വചനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയ പിശാച് നമ്മളെക്കാൾ അധികമായി സാത്താൻ അറിയാം, കാലം ആസന്നമായി, ഇനി തനിക്ക് അധികം നേരമില്ല, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ പിശാച് രാവും പകലും ഉണർവോടെ അനേകം ആയിരങ്ങളെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അനേകർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ലോകത്തിൽ എന്തുകൊണ്ട് ഇതുപോലെ തിന്മ പെരുകുന്നത്? അതിന് കാരണം ഇതാണ്, ചുരുങ്ങിയ സമയം അവശേഷിക്കുന്നുള്ളൂ. കുടുംബബന്ധങ്ങൾ തകരുന്നു, വഴിവിട്ട ലൈംഗികതകൾ വർദ്ധിക്കുന്നു, വിശ്വാസത്യാഗങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം യഥാർത്ഥ കാരണത്തിലേക്ക് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുകയാണ്. ദൈവജനം ഉണരേണ്ട സമയമായി. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സുവിശേഷ വേല ചെയ്യാനും ഈ കാലഘട്ടത്തിലെ സഭാ മക്കൾ മുന്നോട്ട് വരണം. യോഹന്നാന്റെ സുവിശേഷം 9:4 നമുക്ക് വീണ്ടും വരാം. എന്താ യേശു പറഞ്ഞത്? എന്നെ അയച്ച പിതാവിൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, പകലിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് നമ്മൾ. പകലിൻ്റെ അവസാന മണിക്കൂറുകളിലാണ്. രാത്രിയുടെ കാറ്റ് ലോകത്തിൽ വീശുവാൻ തുടങ്ങിയിരിക്കുന്നു. സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി ജനലക്ഷങ്ങളാണ് ഇന്ന് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് സുവിശേഷം പ്രഘോഷിച്ചതിൻ്റെ പേരിൽ ഒരു കുടുംബത്തെ ചുട്ടരിച്ചു കൊന്നു. ലോകത്തിന് അനേകം രാജ്യങ്ങളിൽ വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി ആയിരങ്ങളാണ് പീഡനമേൽക്കുന്നത്. ഓരോ ദിവസവും സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി 10,000 രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞ ഈ വചനത്തിൻ്റെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പൂർണ്ണതയിലോട്ട് വരികയാണ്. ആർക്കും വേല ചെയ്യാൻ കഴിയാത്ത രാത്രികാലം അടുത്തു വരികയാണ്. നമ്മുടെ ഹൃദയത്തിൽ
തുളച്ചു കയറേണ്ട വചനമാണിത്. അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ. അതുകൊണ്ട് സഭയുടെ മുഴുവൻ ശക്തിയും, സഭയുടെ ആത്മീയ ശക്തി, ഭൗതിക ശക്തി, സഭയുടെ സാമ്പത്തിക ശക്തി, വിദ്യാഭ്യാസ ശക്തി, ഇതെല്ലാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒഴുക്കിക്കളയേണ്ട സമയമായി. നാം ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ ക്രൈസ്തവരാണോ? യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് സഭയോട് ചേർക്കപ്പെട്ടവരാണോ? എങ്കിൽ ഈ വേലയിൽ നിന്ന് നമുക്ക് യാതൊരു ഒഴികഴിവുമില്ല. വി മസ്റ്റ് ഡു ദ വർക്ക്. നമ്മൾ ഈ വേല ചെയ്തേ മതിയാകൂ. പകലായിരിക്കുവോളം പകലിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദൈവജനത്തിന് പിടിപെട്ടിരിക്കുന്ന ഒരു ആത്മീയ രോഗമാണ് നിഷ്ക്രിയത്വം. സഭയിൽ എന്ത് സംഭവിച്ചാലും, എന്തുമാത്രം ആത്മാക്കൾ നിത്യനാശത്തിലേക്ക് പോയാലും ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, ഇതൊന്നും എനിക്കൊരു വിഷയമല്ല. ഈ നിഷ്ക്രിയത്വത്തിൽ അനേകർ ഇന്ന് ജീവിക്കുകയാണ്. സുവിശേഷവൽക്കരണം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ഇതാണ്. ദൈവജനത്തിൻ്റെ ഇടയിലുള്ള നിഷ്ക്രിയത്വം, ആത്മീയ മരവിപ്പ്, ഒരു മയക്കത്തിലാണ് നമ്മൾ. ഞാൻ ആത്മാവിൽ പറയട്ടെ, നമ്മൾ ഉണരേണ്ട സമയമായി. ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി മുട്ടുമടക്കി കൈവിരിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമായി. കർത്താവിൻ്റെ ഹൃദയത്തിന് ഏറ്റവും ആനന്ദം നൽകുന്ന പ്രാർത്ഥനയാണിത്. സഭയിലെ വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധയായ മരിയ ഫൗസ്റ്റീന. ഫൗസ്റ്റീനയോട് ഒരിക്കൽ ഈശോ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിന് ഏറ്റവും ആനന്ദം തരുന്ന പ്രാർത്ഥനയാണ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. എങ്കിൽ ഈ ശുശ്രൂഷയിൽ 10,000 ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പ് മനസ്സിലാക്കി ലോക സുവിശേഷവൽക്കരണത്തിനായി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മുട്ടുമടക്കി കൈവിരിച്ച് കർത്താവിൻ്റെ കൃപയോട് നമ്മൾ സഹകരിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സഭയിലും ലോകത്തിലും പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ സമർപ്പണമുള്ള ആയിരങ്ങൾ മുന്നോട്ട് വരേണ്ട സമയമായി. 2 കാര്യങ്ങൾ ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഒന്ന്, ലോക സുവിശേഷവൽക്കരണത്തിനായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. യേശു പറഞ്ഞു, കൊയ്ത്ത് ധാരാളം, വേലക്കാരോ ചുരുക്കം. വിളഭൂമിയിലേക്ക് വേലക്കാരയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. സുവിശേഷവൽക്കരണത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഈ തലമുറ യേശുക്രിസ്തുവിൻ രക്ഷ സ്വന്തമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വചനത്തോട് യെസ് പറഞ്ഞ് സറണ്ടർ ആവാൻ നമ്മൾ തയ്യാറാകണം. വിശുദ്ധനായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ തന്റെ സഭാഭരണ കാലത്ത് സഭാമക്കളോട് പറഞ്ഞു, സുവിശേഷവൽക്കരണത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രേ പ്രേ പ്രവചനാത്മാവിൽ പരിശുദ്ധ പിതാവ് ആഗോള സഭയോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി? ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി. ലോക സുവിശേഷവൽക്കരണത്തിനായി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനമുള്ള എത്ര പേര് ശുശ്രൂഷയിലുണ്ട്? നമുക്ക് അർഹതപ്പെട്ട സന്തോഷങ്ങളാണെങ്കിൽ പോലും ഈ സന്തോഷങ്ങളിലും ഉപേക്ഷിച്ച് നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള എത്ര പേരുണ്ട്? എല്ലാ ദിവസവും വ്യക്തിപരമായി, കുടുംബപരമായി, നമ്മുടെ കൂട്ടായ്മയിലും സഭാ സമൂഹങ്ങളിലൊക്കെ ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. രാത്രികാലം അടുത്തു വരികയാണ്. സുവിശേഷ വേല ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള നിയമങ്ങളും ബില്ലുകളും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഇന്ന് പാസ്സായിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടും കേട്ടും നമ്മൾ നിഷ്ക്രിയത്വത്തിലേക്ക് പോകരുത് പ്രിയപ്പെട്ടവരെ. നമ്മുടെ മുഴുവൻ എഫേർട്ട്, നമ്മുടെ സാധ്യതകൾ, കഴിവുകൾ, ആരോഗ്യം, സമ്പത്ത്, തൊഴിൽ മേഖലകൾ, നമ്മുടെ കുടുംബം, തലമുറ, ഇതെല്ലാം സുവിശേഷവൽക്കരണത്തിന് വേണ്ടി കർത്താവിനായി സമർപ്പിക്കുവാനുള്ള തീരുമാനമാണ് ഈ കാലഘട്ടത്തിലെ സഭാമക്കൾക്ക് വേണ്ടത്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുവാൻ
നിങ്ങൾക്ക് ഞാനുണ്ട്. എന്നാൽ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ആരോടാ പറയുന്നത്? എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ഞാൻ ആരോടാ പങ്കുവെക്കുന്നത്? ഇന്ന് സ്വർഗത്തിന് ആവശ്യമായിരിക്കുന്നത് കർത്താവിൻ്റെ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് അവിടുത്തെ കൃപയോട് സഹകരിക്കാൻ കഴിയുന്ന ദൈവമക്കളെയാണ്. കർത്താവിൻ്റെ ആവശ്യം എന്താ? ആത്മാക്കളുടെ രക്ഷയാ. നിത്യ നരകാഗ്നിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനകോടികളെ കർത്താവിനായി നേടുവാനുള്ള തീരുമാനം നമുക്കുണ്ടാകണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:14 എന്താ വചനം പറയുന്നത്? പരിശുദ്ധ അമ്മയോടൊപ്പം ശിഷ്യ സമൂഹം ഏക മനസ്സോടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇതിന് റിസൾട്ട് എന്താണ്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 4-ാമത്തെ തിരുവാക്യം. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ആത്മാവിൽ നിറഞ്ഞ് സുവിശേഷത്തിന് തീപന്തങ്ങളായി ലോകം മുഴുവനിലേക്ക് അവർ കടന്നു ചെല്ലുകയാണ്. അനേകമായിരങ്ങൾ കൂട്ടം കൂട്ടമായി സഭയോട് ചേർക്കപ്പെട്ടു. സുവിശേഷത്തിന് തീയായി പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്തപ്പോൾ അവർ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പ് മനസ്സിലാക്കി സ്വർഗത്തിൻ്റെ പദ്ധതികൾ ഏറ്റെടുത്ത് മുട്ടുമടക്കി കൈവിരിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനമുള്ള ദൈവജനത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോസ്തല പ്രവർത്തനം 4:31 എന്നാ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ധൈര്യപൂർവം സുവിശേഷം പ്രഘോഷിച്ചു. പ്രിയ സഹോദര സഹോദരി, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ജനകോടികൾ കാത്തിരിക്കുകയാണ്. സുവിശേഷ സത്യങ്ങൾ അറിഞ്ഞ നമ്മൾ അവരോട് സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ അവരെങ്ങനെ നിത്യജീവൻ പ്രാപിക്കും? നമ്മൾ പാടുന്നില്ലേ? ലോകത്തിൽ ജനകോടികളിൽ സുവിശേഷത്തി പടരുന്നു, ലോകം അതിനുടെ രക്ഷകനെ ദർശിക്കാൻ അണിചേരുന്നു. ആയിരങ്ങൾ കർത്താവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുകയാ. നമുക്ക് ഒരിക്കൽ കൂടെ ആത്മനിറവിൽ അതൊന്ന് പാടാം. ലോകത്തിൽ ജനകോടികളിൽ സുവിശേഷത്തി പടരുന്നു, ലോകം അതിനുടെ രക്ഷകനെ ദർശിക്കാൻ അണിചേരുന്നു. ക്രൈസ്തവരായ നമുക്ക് പ്രധാനമായ 2 ദൗത്യങ്ങളാണ്. ഒന്ന്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 2, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കുക. 2-ാമത്തെ തലം എന്താ പ്രിയപ്പെട്ടവരെ? ആത്മാവിൽ നിറഞ്ഞ് സുവിശേഷ വേല ചെയ്യുക. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് അപ്പോസ്തലൻ സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോസ്തല പ്രവർത്തനം 2:44 വചനം പറയുന്നു, ആ ദിവസം തന്നെ 3000 പേർ അവരോട് ചേർക്കപ്പെട്ടു. 3000 പേര് മാമോദീസ സ്വീകരിച്ച് സഭയോട് ചേർക്കപ്പെടുകയാണ്. സഭ വളരണമെങ്കിൽ, കർത്താവിൻ്റെ സുവിശേഷത്തിന് പുരോഗതി ഉണ്ടാകണമെങ്കിൽ, ഈ തലമുറ നിത്യരക്ഷ സ്വന്തമാക്കണമെങ്കിൽ പരിശുദ്ധാത്മ നിറവിൽ ദൈവജനം സുവിശേഷ വേല ചെയ്യണം. അപ്പോസ്തല പ്രവർത്തനം 2:47 വീണ്ടും വചനം പറയുന്നു, രക്ഷ പ്രാപിക്കുന്നവരെ അനുദിനം അവരുടെ ഗണത്തിൽ കർത്താവ് ചേർത്തുകൊണ്ടിരുന്നു. നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾ കർത്താവിൻ്റെ നിത്യരക്ഷ സ്വന്തമാക്കുവാൻ നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ നമ്മുടെ ആഗ്രഹം എൻ്റെ വീട് പണി പൂർത്തിയാകണം, എനിക്ക് നല്ലൊരു കാറ് കിട്ടണം, ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകണം, എൻ്റെ മക്കൾക്ക് നല്ല കല്യാണാലോചന വരണം, എൻ്റെ ശാരീരിക രോഗങ്ങളൊക്കെ വിട്ടുമാറണം, ഇത് മാത്രം ചിന്തിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ ആത്മീയ അധപതനമാണെന്ന് മനസ്സിലാക്കുക. ഞാൻ ആത്മാവിൽ പറയട്ടെ, സ്വർഗത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ കൃപയോട് നമ്മൾ സഹകരിച്ചാൽ സാത്താൻ കോട്ടകൾ തകരും, ദേശങ്ങളും രാജ്യങ്ങളും പരിശുദ്ധാത്മാവിൽ ഉണരും. ഈ തലമുറ സുവിശേഷത്തിന് തീയായി മാറും. അനേകം യുവജനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൊടുങ്കാറ്റുകളായി സുവിശേഷ വേലയ്ക്കായി മുന്നോട്ട് വരും. ബഹുമാനപ്പെട്ട സമർപ്പിതരും വൈദികരും അവരുടെ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ മഹത്വം ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നവരായി മാറും. ഈ ആത്മനിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. ഇനി കഥ പറഞ്ഞിരിക്കാൻ നേരില്ല. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ നമുക്കൊരിക്കൽ കൂടെ ഓർക്കാം. ആർക്കും വേല ചെയ്യാൻ കഴിയാത്ത രാത്രികാലം അടുത്തു വരികയാണ്. പകലായിരിക്കുവോളം ഈ വേല നാം ചെയ്യേണ്ടിയിരിക്കുന്നു. We must do the work
കർത്താവിന്റെ ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ഒരു സൈന്യമായി നമുക്ക് ഉണർന്നെഴുന്നേൽക്കാം. സഭയുടെ എല്ലാ വാതിലുകളും സുവിശേഷവൽക്കരണത്തിനായി തുറക്കപ്പെടുവാൻ നമുക്ക് മുട്ടുമടക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് കൈകൾ പരസ്പരം നമ്മൾ കോർത്തു പിടിക്കുന്നു. കർത്താവിന്റെ സൈന്യമായി ലോക സുവിശേഷവൽക്കരണത്തിനായി ആത്മനിറവോടെ നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങൾക്കായി, വിവിധ ഭൂഖണ്ഡങ്ങൾക്കായി പ്രാർത്ഥിക്കാം. 10,000 സുവിശേഷ വേലയ്ക്കായി ഒരുക്കപ്പെടുവാനായി പ്രാർത്ഥിക്കാം. ശക്തമായ അഭിഷേകത്തിന്റെ കുത്തൊഴുക്കിനാൽ 1000 കർത്താവ് നിറയ്ക്കുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുനാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രവർത്തിക്കണമേ. 10,000 അത്ഭുതങ്ങൾ ചെയ്യണമേ. ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഒരു കുടുംബമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ അഭിഷേകം കത്തട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടട്ടെ. ഒരു സൈന്യമായി കർത്താവ് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അനോയിന്റ്, അനോയിന്റ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. കരങ്ങൾ അടിച്ച് ഒരു സൈന്യമായി നമ്മൾ ആത്മാവിൽ പാടി ആരാധിക്കുന്നു. കർത്താവെ, പകരുക, പകരുക. ഈ സമയം അനേകം കുടുംബങ്ങളിലേക്ക് ദൈവമഹത്വം ഇറങ്ങി വരികയാണ്. മാതാപിതാക്കളെ, നിങ്ങളെ മക്കളെ നിങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചോ. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഒരു പുതിയ സമർപ്പണത്തിൽ നിങ്ങൾ ഒരുങ്ങുക. അനേകം ദമ്പതിമാരെ നിങ്ങൾ ഒരുമിച്ച് സുവിശേഷ വേല ചെയ്യുമെന്നുള്ള തീരുമാനമെടുക്ക്. ആത്മീയമായും ഭൗതികമായും നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയം. എല്ലാം മറന്ന് പാടി ആരാധിക്കുന്നു. We worship Lord, we worship Jesus. കർത്താവിൻ സൈന്യം നമ്മൾ, കർത്താവിൻ സൈന്യം നമ്മൾ. അഭിഷേകത്തോടെ പാടി ആരാധിക്കാം. കർത്താവിൻ സൈന്യം നമ്മൾ. സാത്താന്റെ കോട്ടകൾ തകർത്തിടുവാൻ കർത്താവ് ഒരുക്കിയ സൈന്യം. പരിശുദ്ധാത്മാവേ, അഭിഷേകം പകരണമേ. വലിയ ആനന്ദത്തോടെ പരിശുദ്ധാത്മാവിന്റെ സൈന്യം, പരിശുദ്ധാത്മാവിന്റെ സൈന്യം. ഈശോയേ, പകരുക, പകരുക. അഭിഷേകം പകരുക, പകരുക. ഒരുമിച്ച് പാടുന്ന എല്ലാവരും. പരിശുദ്ധാത്മാവിന്റെ സൈന്യം, പരിശുദ്ധാത്മാവിന്റെ സൈന്യം. വലതുകരം ഉയർത്തി ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. ലോക സുവിശേഷവൽക്കരണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകം ആയിരങ്ങളെ ഈ തലമുറയിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കുഞ്ഞുങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, യുവജനങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, ദമ്പതിമാരെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, സമർപ്പിത അഭിഷേകത്തിൽ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം മുഴുവൻ സുവിശേഷത്തിന്റെ തീ പടരുവാൻ, ജനകോടികൾ സുവിശേഷ സത്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന പോരാളികളാക്കി ഞങ്ങളെ മാറ്റണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊന്നു കർത്താവേ, ഞങ്ങളുടെ സാധ്യതകളും അവസരങ്ങളും കഴിവുകളും സമ്പത്തും ആരോഗ്യവും എല്ലാം ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒഴുക്കി കളയുവാനുള്ള ആത്മനിറവ് നൽകണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. അങ്ങ് പകരുന്ന അഭിഷേകത്തിനായിട്ട് നന്ദി. അങ്ങ് നൽകിയ ബോധ്യങ്ങൾക്കായിട്ട് നന്ദി. അങ്ങ് ഞങ്ങൾ അഭിഷേകിച്ച ദൈവരാജ്യ ദർശനങ്ങൾക്കായിട്ട് നന്ദി. താങ്ക് യു, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നൽകിയ ഈ അഭിഷേകം സ്വന്തമാക്കി ലോക സുവിശേഷവൽക്കരണത്തിനായി നമുക്ക് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. അനേക ആത്മരക്ഷയ്ക്കായി പരിശുദ്ധാത്മ ശക്തിയോടെ നമുക്ക് സുവിശേഷ വേല ചെയ്യാം. ഈ ശുശ്രൂഷ അല്പമായിട്ടെങ്കിലും നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ വരുന്ന അഡ്രസ്സിൽ നിങ്ങൾ എഴുതണം, ഞങ്ങൾ അറിയിക്കണം. ശക്തമായ അഭിഷേകത്തിന്റെ മൂവ് സഭയിലെ ലോകത്തിലും ആഞ്ഞു വീശട്ടെ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകലവിധ ആവശ്യങ്ങളെയും സുവിശേഷ പ്രവർത്തനങ്ങളെയും നമ്മുടെ കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.
ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. പ്രൊഡ്യൂസർ മിഷൻ ഫയർ, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. ഫോൺ 0496 266 4688.